ഹലോ, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു വൺ ബ്രാൻഡ് മേക്കപ്പ് ലുക്ക് വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ മേബിലിൻ്റെ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ലുക്കിലെത്താം. ഈ ഒരു ലുക്കാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ലുക്കിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് സ്കിൻ കെയർ. നമ്മൾ സ്കിന്നിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. മേക്കപ്പ് ഒക്കെ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് അതിന് മുകളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക. അത് ഞാൻ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മോയ്സ്ചറൈസ് ചെയ്യുക നന്നായിട്ട്. അപ്പോൾ അതും ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്, ഞാൻ മിക്കവാറും നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാൻ മറക്കുന്ന കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ. നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് പറ്റുന്ന ഒരു സൺസ്ക്രീൻ ഏതാണെന്നുള്ളത് കൂടുതൽ ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ഏതാണെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇത് ഈ ഒരു പമ്പ് രീതിയിലാണ് ഇത് വരുന്നത്. അടിപൊളി സൺസ്ക്രീൻ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്നും അങ്ങനെ വേർക്കില്ല പറഞ്ഞാൽ നോർമൽ വേർക്കും. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ വേർക്കും അല്ലേ മുഖം, ആ ഒരു പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ ചില സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഒരു വൈറ്റ് കാസ്റ്റ് നമ്മളെ ഫേസിൽ വരും, ഒരു പെയിൻ്റ് അടിച്ചൊരു ഫീൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു വൈറ്റ് ആ ഒരു ലെയർ നമ്മുടെ ഫേസിൽ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം വരുന്നില്ല. ലൈറ്റ് വെയിറ്റ് ആണ്. SPF 50+ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ UV റേസിനും ബ്ലൂ ലൈറ്റിനൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. കളറില്ല, ഫ്രാഗ്രൻസ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഈ ഒരു സൺസ്ക്രീനിലുണ്ട്. അപ്പം ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അങ്ങനെ ഒരു അപ്ലൈ ചെയ്തൊരു ഫീലൊന്നും എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു സൺസ്ക്രീനാണിത്. അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സ്കിൻ കെയർ ആയിട്ട് തന്നെ ഇങ്ങനൊരു സാധനമാണ്. ഇത് അക്വാലോജിക്കയുടെ ഗ്ലോ പ്ലസ് ജ്യൂസി ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇത് ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒരു ലിക്വിഡ് ഫോമിൽ തന്നെയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നൊരു സാധനമാണ്. കൈൻഡ് ഓഫ് സ്കിൻ കെയർ തന്നെയാണ്. കാരണം ഇതിൽ മെയിനായിട്ട് പപ്പായയുടെയും വൈറ്റമിൻ സിയുടെയും എക്സ്ട്രാക്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് മേക്കപ്പ് ഇല്ലാതെ തന്നെ നമ്മുടെ സ്കിന്നിലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ്. അത് ഞാനപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ പകുതി ഫേസിൽ ഞാൻ ഈ ഒരു ഡ്യൂ ഡ്രോപ്പ് അപ്ലൈ ചെയ്തിട്ടും ബാക്കി ഫേസിൽ അപ്ലൈ ചെയ്യാത്ത രീതിയിലും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് രീതിയിലാണ് നമ്മുടെ ഫേസിൽ ആ ഒരു ഗ്ലോ തരുന്നതെന്നുള്ളത്. ഈ ഒരു ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഈ ഒരു സൈഡിൽ ഈ ഒരു ഡ്യൂ ഡ്രോപ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. ഇവിടെ നല്ലൊരു നല്ലൊരു ഗ്ലോസി ഫിനിഷ് എൻ്റെ ആ ഒരു സ്കിന്നിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നോർമലായിട്ടാണുള്ളത്. ഇപ്പുറം ജസ്റ്റ് ഞാൻ ആ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ. നല്ലൊരു ഗ്ലോ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മേക്കപ്പിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു പ്രൈമർ പോലെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു ഗ്ലോ തന്നെ ഈ ഒരു ഇത് തരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസി പ്ലസ് ഡ്യൂ ഡ്രോപ്പും ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് ആ ഫേസിൽ ആ ഒരു ഗ്ലോസി ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. ഈ ഒരു പ്രൊഡക്റ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിക്കി ഫീലോ അങ്ങനെയൊന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ്. ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അക്വാലോജിക്കയുടെ സൈറ്റിൽ പോവുകയാണെങ്കിൽ 20% ഓഫ് കിട്ടും. കീർത്തി 20 എന്നുള്ള കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അക്വാലോജിക്ക പ്രൊഡക്ട്സ് ആമസോണിലും
നൈക്കയിലും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷേങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് aqualogica.in അക്വാലോജിക്കയുടെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പോകുന്നത് നമ്മുടെ മേക്കപ്പിലേക്കാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി പോകുന്നത് ഞാൻ കൺസീലറാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ ഇവിടെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഒരു പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഞാൻ ഇവിടെ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വൺ ബ്രാൻഡ് മേക്കപ്പാണ്. മേബിലിൻ്റെ പ്രൊഡക്ട്സാണ് ഞാൻ എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് ഇറേസർ കൺസീലറാണ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് 130 മീഡിയമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ് എൻ്റെ കൺസീലർ വരുന്നത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ഫൗണ്ടേഷനാണ്, 220 ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് ഫേസ് കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബേസ് എൻ്റെ പ്രോപ്പറായിട്ട് ഞാൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചൊരു എൻ്റെ സ്കിന്നിനേക്കാളും കുറച്ചും കൂടി ലൈറ്റായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ എന്താ വെച്ചാൽ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും കൂടിയാണ് ഈ ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓക്സിഡൈസ് ആവുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പുറത്ത് പോയിട്ട് വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് ചൂടൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടോണിലേക്കായിട്ട് മാറും. നമ്മൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനേക്കാളും ഡാർക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ ഇനി ഞാൻ ഒന്ന് നമ്മുടെ ബേസ് ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മേബിലിയുടെ ഫിറ്റ്മിയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി മേബിലിൻ്റെ ഡിഫൈൻ ആൻഡ് ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നാച്ചുറൽ ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പെൻസിൽ ഇതിങ്ങനെ ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറക്കാനും പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്പൂലിയും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്നത് ഐ മേക്കപ്പിലേക്കാണ്. സിമ്പിളായിട്ടുള്ള ഐ മേക്കപ്പാണ് കൊടുക്കുന്നത്. നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ചൊരു ന്യൂഡ് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അധികം ചെയ്തിട്ടുണ്ട് മനസ്സിലാവാത്ത രീതിയിൽ അല്ലേ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ദ ബ്ലഷ്ഡ് ന്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാലറ്റാണ്. ന്യൂഡ് പാലറ്റാണിത്. ഇതിലുള്ള എല്ലാ ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാം ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുണ്ട്, കാണാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ എല്ലാം ഭയങ്കര ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ്, ഒരുപാട് അങ്ങനെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡല്ല. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്രയും ഷെയ്ഡ്സ് ആണുള്ളത്. അതിൽ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ള രീതിയിൽ മാത്രം. ഇനി ഞാൻ കണ്ണ് എഴുതാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഞാൻ മേബിലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ലൈനർ വരുന്നത്. അപ്പോൾ കണ്ണിത ഞാൻ ഇത് ഈ ഒരു രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. മുകളിൽ എഴുതിയിട്ട് ഞാൻ ഈ ഒരു കോർണർ മാത്രം, ഈ ഒരു ഇന്നർ രണ്ട് സൈഡിലുള്ള കോർണർ മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. ഇനി ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മേബിലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. അത് വെച്ചിട്ട് ലാഷസ് നന്നായിട്ട് ലാഷസിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. മസ്കാര എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. പക്ഷേങ്കിൽ നമ്മുടെ ലാഷസ് പരസ്പരം അങ്ങോട്ടേക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തിക്കായിട്ട് കൊടുക്കുക. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ബോറായിരിക്കും.
അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക്കും കൂടി കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് അവസാനിക്കുകയാണ്. അപ്പം ലിപ്സ്റ്റിക്ക് ഞാൻ Maybelline ന്യൂയോർക്കിൻ്റെ ആമസോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് 70 ആമസോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേയും കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ചില വീഡിയോയിൽ. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, ഇട്ട് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൂഫാണ്, അനങ്ങില്ല, ലിപ്പിൽ നിന്ന് അനങ്ങുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയും. നിങ്ങൾക്ക് രാവിലെ യൂസ് ചെയ്തിട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ ലിപ്പിൽ തന്നെ ഉണ്ടാവും. അതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കുമ്പം ലൈറ്റായിട്ട് ഷെയ്ഡൊന്ന് ഇതായിപ്പോയാൽ മാത്രമേ ഉള്ളൂ, അത്ര പോലും പോകാറില്ല. ഞാൻ അപ്ലൈ ചെയ്താലും വൈകുന്നേരം വരെ അത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ആമസോണിയൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇതാ ലിപ്സ്റ്റിക്കും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതും കൂടി കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള മേക്കപ്പ് ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്. എന്താ അങ്ങനെ ഒന്നും ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കാത്ത രീതിയിലാണ്. ഈ ഒരു ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും ഭയങ്കര ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡല്ല, നമ്മുടെ ലിപ്പിൻ്റെ ഒരു ആ ഒരു നോർമൽ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത്. കുറച്ചൊരു ന്യൂഡായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ലുക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മുടി ജസ്റ്റ് അഴിച്ചിട്ടു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഹെയർ ബാൻഡ് വേണമെങ്കിൽ ഹെയർ ബാൻഡ് വെക്കാം, ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ബാൻഡ് വെച്ച് കാണിച്ചു തരാം. ഹെയർ ബാൻഡ് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ആക്കാം. എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിവിടെ മുടി ജസ്റ്റ് അഴിച്ചിടുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.